ഗായ്സ് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഗ്രാമീണ ഭംഗി അല്പം ആസ്വദിക്കാം. മഴയുടെ തണുപ്പ് നോക്കാം. ഗായ്സ് അല്പം മഴയുടെ രുചി നമുക്കറിയാം. ഇത് അരിക്കാടുള്ള ചോല. പിള്ളേർ കുളിയും ബഹളവും ചാട്ടവും ഒക്കെയാണ്. മഴ വന്നു, ഈ ഉറവ വന്നത് കാരണം വെള്ളം, അതുപോലെ തന്നെ കുളങ്ങൾ കിണറുകളൊക്കെ തെളിഞ്ഞു. പാടത്തുള്ള വെള്ളങ്ങളൊക്കെ തെളിഞ്ഞു, നല്ല ശുദ്ധമായ വെള്ളമായി. അത് കാരണം പിള്ളേർക്ക് അതെല്ലാ വർഷവും ഉള്ളതാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉള്ളതാണ്, എല്ലാ പ്രാവശ്യം വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഏതാനും ചില കാഴ്ചകൾ കാണാം. ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോയിട്ട് നമ്മുടെ ഗ്രാമീണ ഭംഗി നമ്മൾ അല്പം ആസ്വദിക്കാം. നമുക്ക് പോയി നോക്കാം. അല്പം മുന്നോട്ട് നീങ്ങിയാൽ നമ്മുടെ ചെമ്പ്ര ഭാഗത്തുള്ള വയലോരം കാണാം. ഇവിടെ ഈ പ്രാവശ്യം മഴ നമുക്ക് ശരിക്ക് കിട്ടിയില്ല. അത് കാരണം വെള്ളം ശരിക്ക് കയറിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെയൊക്കെ ഏതാണ്ട് ഒരാളെ വെള്ളം ഉണ്ടായിരുന്നു. റോഡൊക്കെ നമുക്ക് മൂടിയിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ മഴ കിട്ടിയിരുന്നു, നല്ലപോലെ മഴ കിട്ടിയിട്ടുണ്ട്. ഈ റോഡൊക്കെ മൂടിയിരുന്നു. ഇങ്ങോട്ടും വാഹനം പോകാൻ പറ്റാതായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ സമയത്ത്. ഈ പ്രാവശ്യം മഴ കിട്ടിയിട്ടില്ല, അങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ. മഴ വരുമായിരിക്കും. അടുത്ത മാസമൊക്കെ തൊട്ട് മഴ പ്രതീക്ഷയുണ്ട്. അപ്പോൾ അടുത്ത മാസം തൊട്ട് വരും. ഇവിടെയൊക്കെ നല്ലൊരു ഭംഗിയാണ്, ഏറ്റവും നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. മൊത്തം അതായത് ഫുട്ബോൾ ഗ്രൗണ്ട്, പിള്ളേർ കളിക്കുന്ന പോസ്റ്റ് ഇവിടെ കാണാം. ബാക്കിയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് പുഴയാണ്. പുഴയിൽ അപ്പോൾ ഇവിടുന്ന് ഇത് വയലിൽ നിന്നുള്ള വെള്ളം അപ്പുറത്തെ സൈഡിൽ ഇങ്ങോട്ട് കയറി വരുന്നതാണ്. ഈ പോസ്റ്റിൻ്റെ അപ്പുറത്ത് പുഴയാണ്. അപ്പുറത്തുനിന്ന് വയലിൽ നിന്ന്, അതായത് പാടത്തുനിന്ന് അവിടെ നിന്ന് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി വരികയാണ്. അപ്പുറം ഈ സൈഡിൽ ഇങ്ങോട്ട് പുഴയുണ്ട്. പുഴയിലേക്ക് പോകും വെള്ളം. അതൊക്കെ വയലാണ്. അതെപ്പോഴും നമുക്ക് ഗ്രാമീണ ഭംഗി, അതൊരു പ്രത്യേക ഭംഗിയാണ്. ആ ഒരു സുഖം ഒരു ടൗണിലും കിട്ടുകയില്ല. ഈ പാടം, ഈ പറവകൾ, അതുപോലെ തന്നെ ഈ പച്ചപ്പ്, ഈ വെള്ളം, ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ. ഇതെവിടെ ഒഴുകുന്നൊരു തോടാണിത്. ചെമ്പ്ര ഭാഗത്താണിത്. ഇതിൻ്റെ ബോർഡ് നമുക്കിവിടെ കാണാം. ബോർഡിൽ ഇതിൽ എഴുതിയിട്ടുണ്ട്, എന്തോ ഒരു സ്ഥലം ഇതിൻ്റെ അവിടെ കുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭംഗി നമുക്ക് പിള്ളേർ കൊണ്ട് നടക്കുന്നുണ്ട്. വെള്ളം ആഴി വരുന്നേ ഉള്ളൂ, നല്ലപോലെ ഇനി വെള്ളം കയറാനുണ്ട്. ഇതൊക്കെ നല്ലൊരു ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഭംഗി നമുക്ക് ടൗണിൽ ആസ്വദിക്കാൻ പറ്റുകയില്ല. ഇതിൽ നമുക്ക് ഗ്രാമത്തിലേക്ക് വരണം, എന്നാലേ ഈ ഗ്രാമീണ ഭംഗി നമുക്ക് ഫുൾ തോതിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. അത് കഴിഞ്ഞ പ്രാവശ്യം ഈ റോഡ് ഈ ഭാഗത്തൊക്കെ വെള്ളമായിരുന്നു. അത് കണക്കെ കയറിയിട്ടുണ്ടാവുന്നതിലൊക്കെ നമ്മൾ വന്നു നോക്കിയതാണ്. പക്ഷേ അത്രയ്ക്ക് വെള്ളം ആയിട്ടില്ല. വെള്ളം കയറാൻ അപ്പോൾ ഒരു മഴ നിൽക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇന്നൊന്നും മഴ ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്തുള്ള ഒരു കുളമാണിത്. റോഡ് സൈഡിലുള്ള കൃഷിയാങ്ങൾ ആവശ്യാർത്ഥം ഉപയോഗിക്കുന്ന കുളമാണ്. അത് ഓവർഫ്ലോ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലും ആ സൈഡിലും, രണ്ട് സൈഡിലും വയലാണ്. നടുവിലെ റോഡാണ്. ഈ റോഡ് നേരെ പോകുന്ന ചെമ്പ്ര അങ്ങാടിയിലേക്കാണ് എത്തും. ഈ റോഡ് പോയാൽ അങ്ങനെ അങ്ങോട്ട് താന്നാളൂരേക്കും പോകാം, ചെമ്പ്ര അങ്ങാടിയിലേക്കും പോകാം, ഇങ്ങോട്ട് പോകാം, തിരുവിലേക്കൊക്കെ പോകാം. ഇത് നമ്മൾ നേരത്തെ കണ്ട പോസ്റ്റ് വെള്ളത്തിലാണ്. പോസ്റ്റ് മാത്രമുണ്ട്, ബാക്കിയൊക്കെ വെള്ളമാണ്. പിള്ളേർ കളിക്കുന്ന സ്ഥലം. ഈ കഴിഞ്ഞ ഒരു ഏപ്രിലൊക്കെ എന്തോ ഒരു ചൂടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഉണങ്ങി തരിച്ച് ഭൂമിയൊക്കെ കിടക്കുകയായിരുന്നു. നല്ല ചൂടും ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം നല്ല കഠിനമായ ചൂടും ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കാറ്റിൽ പറത്തി പെട്ടെന്നാണ് നമുക്ക് മഴ കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുതിരത്തിൻ്റെ കാര്യം, ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് കളി കളിച്ചിട്ടും കാര്യമില്ല. കുതിരത്ത് വിചാരിച്ചാൽ സെക്കൻഡ് നേരം കൊണ്ട് എന്തും ആവാം. ഇത് നമ്മുടെ കൈതക്കുളം എന്ന് പറയുന്ന ഒരു കുളമുണ്ട് ചെമ്പ്ര ഭാഗത്ത്. അത് ഒരു വലിയ കുളമാണ്. ആ കുളത്തിൽ പിള്ളേർ ചാടുന്നതും കുളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്.
ഈ മഴ വന്നാൽ തന്നെ എല്ലാ പ്രാവശ്യം ഇതൊക്കെ വേനലാകുമ്പോൾ കുറേ വറ്റിപ്പോവും. പിന്നീട് മഴ വരുമ്പോഴേ ഇത് വീണ്ടും ഉണർവുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ കുറേ ആളുകൾ കുളിക്കുന്നുണ്ട്. ഇത് ശനിയാഴ്ചയും ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ ആളുകളുണ്ടാകും. ഇന്നത്തെ ദിവസമൊക്കെ സ്കൂളുള്ളത് കാരണം പിള്ളേർ കുറവാണ്. സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നാലേ പിള്ളേർ ചാടാൻ കൂടുതലുണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ള ഒരുവിധം കുളങ്ങളും കുഴികളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം നല്ല കുളിയും കാര്യമൊക്കെ നടക്കുന്നുണ്ട്. അന്നേരം നമ്മൾ പകരക്കുളം എടുത്തിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. അതിന് അത്യാവശ്യം വ്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഇത് ചെമ്പ്ര, നമ്മൾ നേരത്തെ കണ്ട ആ പോസ്റ്റിന് തൊട്ട് ഇപ്പുറമാണ് വയലാണിത്. ഇത് മനോഹരമായൊരു കാഴ്ചയാണ്. മൊത്തം വെള്ളമാണ് വയലിനകത്ത്. ഈ പരിസരം